അതേസമയം ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 5 KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തുവെന്നും അറിയും. അതിന്റെ വിശദാംശങ്ങൾ കൂടി തരാമോ? അതായത് നിലവിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് നേരെ നടന്ന ഈ അക്രമ സംഭവങ്ങളിൽ ഇപ്പോൾ 5 KSU പ്രവർത്തകരെ പ്രതി ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് പരാതിയിലാണ് ഇത്തരമൊരു കേസ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 189(2), 192(2), 126(2), 115(2), 118(1), 121(1), 109, 190, 191, അതുപോലെ തന്നെ റെയിൽവേ ആക്ടിലുള്ള 147, 145 വകുപ്പുകളാണ് ഈ 5 പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ എഫ്ഐആറിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിൽ പോകുന്നതിനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ എൻട്രൻസിലെത്തിയ സമയം കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയും കരുതലോടും കൂടി ന്യായവിരുദ്ധമായി ആയുധവുമായി സംഘം ചേർന്ന 1 മുതൽ 5 വരെ KSU പ്രവർത്തകരായ പ്രതികൾ റെയിൽവേ സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി കരിങ്കൊടി കാണിച്ച് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചും കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ടും എന്തോ ആയുധം ഉപയോഗിച്ച് മന്ത്രിക്ക് നേരെ ചാടി വീണ് കഴുത്തിന് ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച പരാതിക്കാരനെ കൈകൊണ്ടടിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് എഫ്ഐആറിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ KSU നേതാക്കളെ സന്ദർശിക്കാൻ സ്റ്റേഷനിലെത്തിയ DCC പ്രസിഡന്റിനെ പോലീസ് തടഞ്ഞു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 KSU പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. സ്റ്റേഷനിലുള്ള KSU നേതാക്കളെ കാണാൻ സ്റ്റേഷനിലെത്തിയ DCC പ്രസിഡന്റിനെയാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഗവൺമെന്റ് പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകരെ കാണാനെത്തിയ DCC പ്രസിഡന്റിനെ പോലീസ് തടഞ്ഞിരിക്കുന്നു. അർജുൻ കല്യാൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, അവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അതായത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതികളെ അല്ലെങ്കിൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള KSU പ്രവർത്തകരെ കാണുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതാണ്. ആ സമയത്ത് നിലവിൽ ഈ സാഹചര്യത്തിൽ ഈ പ്രതികളെ കാണാൻ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പോലീസ് എടുത്തിട്ടുള്ള നിലപാട്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു സംഘർഷ സമാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത്. ഈ DCC പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെയും മറ്റു നേതാക്കളും ആ സമയത്ത് പോലീസ് സ്റ്റേഷനിനകത്തേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അതാണ് പിന്നീട് ഒരു വാക്കേറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും ഇന്നത്തെ ഈ വൈകുന്നേരം 3:30 ശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ കണ്ണൂരിലേക്ക് ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തന്നെ വലിയ ഒരു കലുഷിതമായ അന്തരീക്ഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് തുടർച്ചയായ രീതിയിലുള്ള സംഘർഷങ്ങളും തുടർച്ചയായ രീതിയിലുള്ള അക്രമങ്ങളും ഒക്കെയാണ് കണ്ണൂർ കണ്ടത്. അതായത് കണ്ണൂർ DCC ഓഫീസിലേക്ക് SFI നടത്തിയിട്ടുള്ള മാർച്ച് അതൊരു കല്ലേറിലേക്ക് മാറുന്നു. അതിൽ ഒരു KSU പ്രവർത്തകന് പരിക്കേറ്റുന്നു. SFI പ്രവർത്തകർക്ക് അതിനകത്ത് മുറിവ് പറ്റുന്നു. അങ്ങനെ അതിനുശേഷം KSU അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ടൗണിൽ, അതായത് കണ്ണൂർ നഗരത്തിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധം അത് പിന്നീട് പോലീസുമായി ഒരു വാക്കേറ്റത്തിലേക്ക് പോകുന്നു. ഇതിനൊക്കെ ഒടുവിലാണ് കണ്ണൂർ MP കൂടിയായിട്ടുള്ള കണ്ണൂരിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് K സുധാകരൻ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. അതിനിടയിൽ അദ്ദേഹം പ്രതികരണം നടത്തിയപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ തിരിച്ചും അതേ രീതിയിൽ തന്നെ ആക്രമിക്കുന്ന നടപടികളിലേക്ക് പോവേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ക്രമസമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ചുള്ള മാന്യത CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ കൂടിയാണ് K സുധാകരൻ നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ DCC അധ്യക്ഷൻ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവരെ കാണാൻ വേണ്ടി കഴിയില്ല, അല്ലെങ്കിൽ അനുവദിക്കാൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ള കാര്യം പറയുന്നത്. അതോടുകൂടി അവിടെ ഒരു പോലീസുമായ ഒരു വാക്കേറ്റവും അതുപോലെ തന്നെ ഒരു കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ തന്നെ തുടരുകയാണോ? ഈ DCC പ്രസിഡന്റ് ഒറ്റയ്ക്കാണോ എത്തിയത്, അതോ അദ്ദേഹത്തിനൊപ്പം വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു നേതാക്കളുടെ? എന്താണ് നിലവിലത്തെ സാഹചര്യം? ഇപ്പോഴും ആ സംഘർഷാവസ്ഥ അല്ലെങ്കിൽ ആ കയ്യാങ്കളി അവിടെ തുടരുകയാണോ സ്റ്റേഷന് മുന്നിൽ? അല്ല, ഇപ്പോഴെന്തായാലും അതിന് ഒരു സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലികമായി ഒരു ചെറിയ അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു. എല്ലാവരെയും ഇതിനകത്തേക്ക് സ്റ്റേഷനകത്തേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ
സമീപനം. എന്നാൽ നിശ്ചയിക്കപ്പെട്ട നേതാക്കൾക്ക് മാത്രം അകത്തേക്ക് കയറാം എന്നുള്ളൊരു നിബന്ധന പോലീസ് അറിയിക്കുകയും ആ നിബന്ധന കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു പ്രശ്നം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ അല്പം ഒന്ന് ശമിച്ച മട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പറയുന്ന അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന DCC പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും സ്റ്റേഷനകത്തേക്ക് കടത്തിവിടാൻ വേണ്ടി കഴിയില്ല. അത് പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രം ഈ പറയുന്ന സ്റ്റേഷനകത്തേക്ക് കയറി ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള KSU പ്രവർത്തകരെ കാണാം, സംസാരിക്കാം എന്നുള്ളതാണ് പോലീസ് എടുത്തിട്ടുള്ള ഒരു നിലപാട്. എന്നാൽ ആദ്യഘട്ടത്തിൽ ആ നിലപാട് പോലും ഒരു പരസ്പരമുള്ള ഒരു വാക്കേറ്റത്തിലേക്ക് വഴിവെച്ചു. പിന്നീടാണ് ഈ പറയുന്ന രീതിയിൽ നിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മാത്രം സ്റ്റേഷനകത്തേക്ക് കയറാം എന്നുള്ള ഒരു നിബന്ധന പോലീസ് വയ്ക്കുകയും ആ നിബന്ധന കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഒരു കയ്യാങ്കളിയുടെ സാഹചര്യം അല്പമൊന്ന് അയവ് വന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഓക്കെ, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്. ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ 5 KSU പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിനിടയിൽ ഈ KSU പ്രവർത്തകരെ സ്റ്റേഷനിൽ സന്ദർശിക്കാനെത്തിയ DCC പ്രസിഡന്റിനെ പോലീസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ടും ചെറിയ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല.